നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അല്ല, എന്തപ്പം ഉണ്ടായത്? അടികിട്ടി കിളി പോയി. LSGയുടെ ക്യാപ്റ്റൻ KL രാഹുൽ പറയുകയാണ്, എനിക്കൊന്നും പറയാനില്ലെന്ന്. അജാതി അടിയല്ലേ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് അടിച്ചു കൂട്ടിയത്. 166 എന്ന വിജയലക്ഷ്യം വെറും 9.4 ഓവറുകളിലൊക്കെ ചേസ് ചെയ്യുക, ഒരു വിക്കറ്റും പോവാതെ. അത് വല്ലാത്തൊരു പണി തന്നെയാണ്. അതും സ്ലോ വിക്കറ്റ് ആണ് എന്ന് എല്ലാ എക്സ്പേർട്ടുകളും പറഞ്ഞൊരുപ്പിച്ച് ആ പിച്ചിൽ ഇറങ്ങിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള പണി ചെയ്തു വെച്ചിരിക്കുന്നത്. 62 പന്തുകൾ ശേഷിക്കെ വിജയിച്ച് കയറിയിരിക്കുന്നു. എന്തൊരടിയായിരുന്നു അത്! അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്നറിയില്ല. അമ്മാതിരി അടിയാണ് സംഭവിച്ചിരിക്കുന്നത്. റെക്കോർഡുകളൊക്കെ കടപുഴക്കി എറിഞ്ഞിട്ടുണ്ട്. വെറും 16 പന്തുകളിൽ നിന്നായിരുന്നു ട്രാവിസ് ഹെഡിന്റെ അർദ്ധ സെഞ്ചുറി വന്നതെങ്കിൽ 19 പന്തുകളിൽ നിന്ന് അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി വന്നു. 5.4 ഓവറുകളാകുമ്പോഴേക്കും 100 റൺസിലേക്ക് SRH എത്തിക്കഴിഞ്ഞു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 107 റൺസാണ് അവരടിച്ചിരുന്നത്. അപ്പം IPL പവർ പ്ലേയിൽ 2 തവണ 100 റൺസ് കടക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ടീമായിട്ട് ഇപ്പം SRH മാറിയിട്ടുണ്ട്. അത് ഒരു റെക്കോർഡാണ്. കഴിഞ്ഞില്ല, ഇനിയും നോക്കുക അവരുടെ അടിയുടെ പൊടിപൂരത്തിന്റെ കണക്ക്. ട്രാവിസ് ഹെഡ് അടിച്ചത് 30 പന്തിൽ നിന്ന് 89 ആണെങ്കിൽ അഭിഷേക് ശർമ്മ 28 പന്തുകളിൽ നിന്ന് 75 റൺസാണ് അടിച്ചത്. 167 റൺസ് വെറും 9.4 ഓവറുകളിൽ. 16 ഫോറുകളും 14 സിക്സറുകളും വന്നു. IPL 10 ഓവറുകളിൽ കുറിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത് എന്നുകൂടി അറിയുക. വീണ്ടും റെക്കോർഡ്. കളി കഴിഞ്ഞിട്ട് KL രാഹുലിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, അത്തരത്തിലുള്ള അടിയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ഐ ആം ലോസ്റ്റ് ഫോർ വേർഡ്സ്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, എനിക്കൊന്നും പറയാനില്ല. നമ്മൾ കണ്ടത് അൺറിയൽ ഹിറ്റിംഗ് ആണ്. എല്ലാം ആ അടിയൊക്കെ വന്നിരുന്നത് മിഡിൽ ഓഫ് ദി ബാറ്റിൽ നിന്നാണ്. അതുകൂടി പറയണം. കുഡോസ് ടു ദെയർ സ്കിൽ. അവര് തീർച്ചയായിട്ടും ഈ സിക്സർ അടിയിൽ, 6 ഹിറ്റിങ്ങിൽ വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ചാൻസും അവർ നൽകുന്നുണ്ടായിരുന്നില്ല. ഈ പിച്ചിൽ വലിയ മാറ്റം ഉണ്ടായി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ്, ആദ്യ പന്ത് മുതൽ ആക്രമിക്കാനുള്ള ഒരു ഫ്രീഡം, അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. അവര് അത്രയധികം മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്ത് കൊണ്ടുപോയി. പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കുക എന്നത് മാത്രമായിരുന്നു അവരെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മാർഗം. പക്ഷെ അത് സംഭവിച്ചതുമില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അജാതി അടിയങ്ങ് കിട്ടി. LSGയുടെ ക്യാപ്റ്റന് പറയാൻ വാക്കുകൾ പോലും ഇല്ലാതെ ആക്കിയിരിക്കുന്നു. അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.